ഇപ്പോൾ നമ്മൾ കമ്പയർ ദ സ്ട്രിങ്സ് ബൈ ഫ്രീക്വൻസി ഓഫ് ദ സ്മോളസ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് എന്താണ് ഈ പ്രോബ്ലത്തിലാണ് നമ്മൾ ശരിക്കും ഇതൊരു മീഡിയം പ്രോബ്ലമാണ്. ഇതിലാണ് നമ്മൾ ശരിക്കും ഒരു ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് ചെയ്യുക, ഓരോരോ പ്രോബ്ലംസ് എങ്ങനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ആക്ച്വൽ പ്രോബ്ലത്തേക്ക് എത്തിയിട്ട് അത് നമ്മൾ സോൾവ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇതിലാണ് മെയിനായിട്ട് നമ്മൾ എത്തുന്നത്. ഇതിന്റെ മുന്നത്തേൽ നമുക്ക് ചെയ്യേണ്ടി വന്നിരുന്നു, പക്ഷെ മുന്നത്തേൽ നമുക്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ കൺസെപ്റ്റ് നമുക്ക് ഒരു ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റിലോട്ട് പോയി അവിടെ നമുക്ക് വർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഉത്തരം കിട്ടലായിരുന്നു കൂടുതലായിട്ട്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് എന്താണ് ഓരോരോ ബ്രേക്ക് ഡൗൺ കണ്ടുപിടിച്ച് മൂന്നാമത്തെ ബ്രേക്ക് ഡൗണിൽ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാം മനസ്സിലാക്കുന്ന ഒരു പ്രോബ്ലം മാറിയിരുന്നു. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടതിൽ എന്തായാലും ഞാനിതിൽ നന്നായിട്ട് പറഞ്ഞുതരാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റിനിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 1170 ആണ്. കമ്പയർ സ്ട്രിങ്സ് ബൈ ഫ്രീക്വൻസി ഓഫ് ദ സ്മോളസ്റ്റ് ക്യാരക്ടർ. വായിച്ചു നോക്കാം. Let the function f of s be the frequency of the lexicographically smallest character in a non-empty string s. For example, if s equal to dcce, then f of s equal to 2 because the lexicographically smallest character is c, which has a frequency of 2. Okay. ലെക്സിക്കോഗ്രാഫിക്കലി സ്മോളസ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മറ്റേ നമ്മുടെ ആസ്കിയിൽ വരുമ്പോൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള സി ഉള്ളത് സി ആണെന്നാണ് പറഞ്ഞത്. കാരണം ABCD എന്ന് പറയുമ്പോൾ അതിൻ്റെ സി എന്ന് വിചാരിക്കുന്നത് നമുക്ക് നോക്കാം. അതിന്റെ ഫ്രീക്വൻസി 2 ആണെന്ന് പറഞ്ഞത്, കാരണം 2 വട്ടം വന്നു. ഓക്കെ അല്ലേ? യു ആർ ഗിവൺ an array of string words and another array of query strings queries. For each queries of I, count the number of words in words such that f of queries of I less than f of w for each w in words. എത്ര വേർഡ്സ്, നമ്പർ ഓഫ് വേർഡ്സ് ഇൻ വേർഡ്സ് such that f of queries less than f of w for each w in words. ഓക്കെ. queries of I എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ വാല്യൂ തന്നിട്ടുണ്ട്, വേർഡ്സ് എന്നിട്ടുള്ള വേറെ അറേ ഓഫ് സ്ട്രിങ്ങും തന്നിട്ടുണ്ട്. ഇതിട്ട് ഓരോന്നിന്റെയും എന്താണ് ക്വറീസിലുള്ള കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വേർഡിന്റെ കൗണ്ടിനോട്, ഈച്ച് w ഇൻ വേർഡിന്റെ കൗണ്ടിനോട് ലെസ് ദാൻ ആയിട്ടുള്ളത് എവിടെയാന്ന് കാണണം എന്ന് പറയുന്നത്. Return an integer array answer where each answer of I is the answer to the ith query. അപ്പോൾ ഓരോ ക്വറീസിനോടുമുള്ള ആൻസർ ആണ് എന്താണ് ആൻസർ ഓഫ് I എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്വറി ഈസ് ഈക്വൽ ടു CBD. വേർഡ്സ് ആർ ZAAAZ അല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് 1 എന്ന് പറയുന്നത്. ഓൺ ദ ഫസ്റ്റ് ക്വറി വി ഹാവ് ഫ്രീക്വൻസി ഓഫ് CBD ഈക്വൽ ടു 1. കാരണം ലെക്സിക്കോഗ്രാഫിലി സ്മോളർ B ആണ്, അപ്പോൾ 1 വന്നു. സാസ് നിലയിൽ 3 ആണ്, A ആണ് ഫസ്റ്റ് ലെക്സിക്കോഗ്രാഫിൽ, ഇത് ഈക്വൽ ടു 3. സോ എഫ് ഓഫ് CBD ഈസ് ലെസ് ദാൻ എഫ് ഓഫ് ZAZ. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണോ അതാണ് എഴുതേണ്ടതെന്നാണ് പറയുന്നത്. ഈസ് ഈക്വൽ ടു ഇത് BBB CC വേർഡ്സ് ഈക്വൽ ടു 3 എണ്ണം തന്നു. ഇതിൽ ഔട്ട്പുട്ട് 1,2 എന്നാണ് പറയുന്നത്. ശരി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഓൺ ദ ഫസ്റ്റ് ക്വറി ഓൺലി എഫ് BBB ലെസ് ദാൻ എഫ് ഓഫ് A. ഓൺ ദ സെക്കൻഡ് ക്വറി ബോത്ത് എഫ് ഓഫ് A ആൻഡ് A ആർ ബോത്ത് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് CC. ഓക്കെ. 4നോടാണ്. അപ്പൊ നമുക്ക് എന്താണ് 1, 2, 3 ഓൾറെഡി ഉണ്ട് ഇവിടെ. പക്ഷെ CCയും കൂടി ചെറുതായിട്ടുള്ളത് ഏതിന് വേണ്ടിയിട്ടാണ്? 1ഉം 2ഉം കൂടിയിട്ടാണ്, 2ഉം കൂടിയിട്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവുള്ളൂ. മറ്റേത് AAAയും കൂടിയിട്ട് അല്ല. അപ്പൊ 1ഉം 2ഉം നമ്മുടെ ഈ പൊസിഷനിൽ വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി നമുക്ക് എന്തായാലും ഇതിൽ ലെങ്ത് 2000 ഉള്ളൂ. നമുക്ക് അപ്പോൾ കുഴപ്പമില്ലാണ്ട് നമുക്ക് വല്ല ഹാഷ് മാപ്പും സ്ലൈഡിംഗ് വിൻഡോയും വെക്കലാവും അധികം ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കി നോക്കാം. സ്ലൈഡിംഗ് വിൻഡോ വരണം എന്ന് എനിക്ക് തോന്നുന്നില്ല, ഹാഷ് മാപ്പ് ആവും അധികം. ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുറച്ച് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായി തോന്നി ഞാൻ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായി, ഞാൻ പ്രോബ്ലം ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ 3 തരത്തിലുള്ള കൺസെപ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എന്താ നമ്മുടെ ഫ്രീക്വൻസി ഓഫ് എന്താണ് സ്മോളസ്റ്റ് വാല്യൂ. സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താ, ASCII വൈസ് സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഇൻ സ്ട്രിംഗ്. ഇത് എല്ലാത്തിൻ്റെയും വേണം. അപ്പൊ ഇത് ഏതിൻ്റെയൊക്കെ വേണമായിരുന്നു? ഇത് നമ്മുടെ ക്വറീസിലും വേണമായിരുന്നു, ഇത് നമ്മുടെ വേർഡ്സിലും വേണമായിരുന്നു. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ പറയുന്നത് തന്നെ എനിക്ക് എന്താണ് ഓൾറെഡി എന്താണ് ഒരു നിയർ ടു n² എനിക്ക് കൺസെപ്റ്റിൽ വേണ്ടി വന്നു. പിന്നെ എന്താ ഇതേപോലെ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ ഓരോ എന്താ പറയാ
each of queries, what are the values less than the result. ഇതാണ് നമുക്ക് വേണ്ടിയിരുന്നത് അല്ലെ. അപ്പോൾ നമ്മള് ഇവിടെ തന്നെ n² വന്നു, ഇവിടെ ഞാൻ ഈ കൺസെപ്ച്വലി റോങ് ആയി. അപ്പോ എന്തുണ്ടായിച്ചാ ഇവിടെ നമുക്ക് n² എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഓൾറെഡി ഇതുവരെ എത്താൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും n² എന്നുള്ളത് എപ്പോഴും എന്താണ് മോശമായിട്ടൊരു കൺസെപ്റ്റാണ്. നമുക്ക് n² നമുക്ക് ഒരിക്കലും എത്തിക്കാൻ പാടില്ല. പിന്നെ അതിനേക്കാളും കൂടുതൽ n⁴ ഉണ്ട്. പക്ഷെ എന്താണ് n² എത്തിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ് ഇതെന്ന് മനസ്സിലാക്കുക. കാരണം n⁴ എന്തായാലും ഇതിൽ വരില്ല. ക്വറീസും വേർഡ്സും കണക്കാക്കുമ്പോൾ n⁴ വരില്ല. കാരണം നമുക്ക് എന്താ ഇപ്പോ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് എന്താണ് n⁴ കൂടുതലായിട്ട് വരിക. ഇവിടെ n² തന്നെയാണ്. പക്ഷെ n² നമുക്ക് എന്താണ് ഭയങ്കര എന്താണ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് അല്ല. നമുക്ക് എന്ത് വേണം, അതിന് നമുക്ക് പട്ടണത്തിൽ ചെറുതാക്കാൻ പറ്റും നോക്കണം. ഇവിടെ നമുക്ക് എന്താണ് റിസൾട്ട് കൺസെപ്ച്വലി റോങ് ആവാതിരിക്കും വേണം, നമുക്ക് റിസൾട്ടിലേക്ക് എത്തും വേണം. അപ്പൊ ഇങ്ങനെ 3 ഡിവൈഡ് ചെയ്ത പ്രോബ്ലം ആയിരുന്നു. 3 ഞാൻ 3 ഫോർ ലൂപ്പിന്റെ നെസ്റ്റഡ് ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്ത്, പക്ഷെ അത് ശരിയായിരുന്നില്ല. അപ്പോ നമുക്ക് എന്താണ് ഇതിന്റെ ശരിക്കുള്ള ഒപ്റ്റിമൈസ്ഡ് അപ്രോച്ചിലേക്ക് കിടക്കാം. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഫ്ലോ ഓഫ് പ്രോബ്ലം ഞാൻ ചെയ്തതെന്നും അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്നും പറഞ്ഞുതരാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ABC എന്നൊരു സ്ട്രിങ് തരുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും ലെക്സിക്കോഗ്രാഫിക്കലി മിനിമം ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് A ആണ് നമ്മുടെ ലെക്സിക്കോഗ്രാഫിക്കലി മിനിമം ആയിട്ടുള്ള എലമെന്റ്. അപ്പൊ ഇത് നമുക്ക് ആകെ എന്താ കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ കൗണ്ട് മാത്രം കണ്ടുപിടിക്കണ്ടോ, ഇതിന്റെ കൗണ്ട് കണ്ടുപിടിക്കുക, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് മിനിമം ഓഫ് എ സ്ട്രിങ് എന്ന് ചെയ്താൽ മാത്രം മതി, മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് എന്താണ് മിനിമം ഓഫ് എ സ്ട്രിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലെക്സിക്കോഗ്രാഫിക്കലി ഏറ്റവും മിനിമം ഏതാണോ ആ വാല്യൂ നമുക്ക് എന്താണ് അത് കിട്ടും. എന്നിട്ട് അതിന്റെ നമുക്ക് എന്താണ് കൗണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു സാധനത്തിന് നമുക്കൊരു ഫംഗ്ഷൻ ആക്കാം. എന്ത് മിനിമം ഓഫ് എസും കിട്ടണം, എന്നിട്ട് എന്താണ് എസ് ഡോട്ട് കൗണ്ട് ഓഫ് മിനിമം ഓഫ് എസും കിട്ടണം. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫംഗ്ഷനായി മാറി. ഈ ഫംഗ്ഷനെ നമ്മൾ 2 എണ്ണത്തേക്ക് മാറ്റണം അല്ലെ. നമുക്ക് എന്താണ് ഒന്ന് ക്വറീസിന്റെ ഉള്ളിലും ഇപ്പൊ ക്വറീസിന്റെ ഉള്ളിൽ വരുന്ന എല്ലാത്തിനെയും നമുക്ക് എന്താണ് ഇതേപോലെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം ഫോർ ഈച്ച് ഇൻ ക്വറീസ് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് എന്താ നമ്മുടെ വേർഡ്സിന്റെ കൗണ്ട് കണ്ടുപിടിക്കണം. വേർഡ്സിന്റെ കൗണ്ട് ക്വറീസ് കൗണ്ട് ആയിക്കോട്ടെ, വേർഡ്സ് കൗണ്ട് ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ നമുക്ക് എന്താണ് ഇങ്ങനെ ഈച്ചിന്റെ എന്ത് കണ്ടുപിടിക്കണം, സെയിം ഫോർ ഈച്ച് ഇൻ വേർഡ്സും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇതിനെ ഈ വേർഡ്സിനെ നമുക്ക് എന്താണ് സോർട്ട് ചെയ്തേ പറ്റും. സോർട്ടഡിന്റെ ഉള്ളിൽ ഇടണം, ഇതിനെ സോർട്ടഡിന്റെ ഉള്ളിൽ ഇടണം. സോർട്ടഡ് ഓഫ് നമുക്ക് ഇടണം. എന്തുകൊണ്ടാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്, നമ്മള് ഈ മൂന്നാമത്തെ പ്രോബ്ലം അതിൽ 1, 2 രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ക്വറീസിലുള്ള വാല്യൂസ് എത്ര എണ്ണം വേർഡിനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്, അല്ലെങ്കിൽ വേർഡിന്റെ ഉള്ളിലത്തെ വാല്യൂസ് എത്ര എണ്ണം ക്വറീസിനെക്കാട്ടിലും ചെറുതാണ്, ലെസ് ദാൻ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതാണ് മൂന്നാമത്തെ വാല്യൂ. ഈ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നിട്ട് അതിന്റെ ഉള്ളിലത്തെ വാല്യൂസ് നമുക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ബൈനറി സെർച്ച്. ഓക്കെ അല്ലേ, ബൈനറി സെർച്ച്. ഇത് നമ്മൾ പുതിയൊരു ബൈനറി സെർച്ച് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷെ ബൈനറി സെർച്ച് നമുക്ക് പലർക്കും അറിയാം. ബൈനറി സെർച്ച് എന്താണ്, ഒരു സോർട്ടഡ് ആയിട്ടുള്ള അറേയുടെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മളൊരു വാല്യൂവിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈസി ആയിട്ട് ചെയ്യുന്നതാണ് ബൈനറി സെർച്ച്. പക്ഷേ ബൈനറി സെർച്ചിന് അത് മാത്രമല്ല ഉള്ളൂ അതിന്റെ കൺസെപ്ച്വലി. ബൈനറി സെർച്ചിന് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബൈനറി സെർച്ചിന് നമുക്ക് പൊസിഷൻ ഓഫ് എ വാല്യൂ ഇൻ എ ലിസ്റ്റ് or independently where in another list can it exist. അപ്പോൾ ഇതിന് എന്താണ് ഒരു ലിസ്റ്റിന്റെ ഉള്ളത്തെ ഒരു വാല്യൂവിന് അല്ലെങ്കിൽ നമുക്ക് പുറത്തെ ഒരു വാല്യൂ. ഇപ്പൊ ഞാൻ പറയണേ എനിക്കൊരു ലിസ്റ്റ് ഉണ്ട് 1 2 3 4. ഇതില് എന്താണ് എവിടെയാണ് 5 വന്നിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക,
അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വിചാരിക്കും ഇവിടെ എവിടെയാണ് 5 വന്ന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മുടെ ബൈനറി സെർച്ച് നമുക്ക് എന്ത് തരുന്ന വെച്ചാൽ ലാസ്റ്റ് പൊസിഷൻ തരും. ഓക്കെ അല്ലെ, 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പൊ 4th പൊസിഷനിലാണ് വന്നിട്ട് ഇരിക്കേണ്ടത്, ബാക്കിയുള്ളത് മൂവ് ചെയ്യണം എന്ന് പറയും. അല്ല 5th പൊസിഷനിലാണ് വന്നിരിക്കേണ്ടത്, ബാക്കിയുള്ളത് മൂവ് ചെയ്യണം എന്ന് പറയും. അതാണ് നമ്മുടെ ബൈനറി സെർച്ച് തരുന്ന വാല്യൂ. എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ് നമ്മുടെ ബൈനറി സെർച്ച് തരുന്ന വാല്യൂ. ഇതിന് എന്താണ് ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോബ്ലം വൈസ് ആയിട്ട് നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് പറഞ്ഞുതരാം. പക്ഷെ ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യണമെന്ന് ആദ്യം മനസ്സിലാക്കുക. പൊസിഷൻ ഓഫ് എ വാല്യൂ ഇൻ എ ലിസ്റ്റ് ഓർ ഇൻഡിപെൻഡന്റ്ലി ഇഫ് ഇറ്റ് എക്സിസ്റ്റ് വേർ ഇൻ അനദർ ലിസ്റ്റ് ക്യാൻ ഇറ്റ് എക്സിസ്റ്റ്. കാരണം വേറൊരു ലിസ്റ്റിനുള്ളിൽ നമുക്കത് എവിടെയാണ് അത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് ബൈനറി സെർച്ചിന്റെ രണ്ടാമത്തെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം. എന്താണ് സെർച്ച് ഇൻ എ സോർട്ടഡ് ലിസ്റ്റ് അല്ലെ, സെർച്ച് ഇൻ എ സോർട്ടഡ് ലിസ്റ്റ്. പിന്നെ നമുക്ക് വേറെ കുറെ ബൈനറി സെർച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. ഇപ്പോ 1 1 2 3 എന്നാണെന്ന് വിചാരിക്കാം. പിന്നെ അപ്പൊ ഇതില് അല്ല ഓക്കെ 1 1 2 3 എന്ന് വിചാരിക്കാം. അപ്പൊ ഇതില് നമ്മളിത് ചോദിക്കുകയാണ്, ഇനി ഒരു 1 കൂടി ഞാൻ ഇടുകയാണ്. ഇനി ഒരു 1 എന്ന് പറഞ്ഞൊരു വാല്യൂ വരികയാണ്. അപ്പൊ ഈ 1 എന്ന് പറഞ്ഞ വാല്യൂ എവിടെ എക്സിസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മള് എന്ത് പറയണം? ഈ 1 എന്നുള്ള വാല്യൂ എവിടെ എക്സിസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ രണ്ട് തരത്തിൽ ബൈനറി സെർച്ച് ചെയ്യാം. ഇതില് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കണം. നമ്മൾ ലെഫ്റ്റ് പൊസിഷൻ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 അത് എന്ത് പറയും വെച്ചാൽ 0th പൊസിഷനിൽ എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയും. പക്ഷെ റൈറ്റ് എടുക്കുകയാണെങ്കിൽ അത് എന്ത് പറയും വെച്ചാൽ 1 അല്ല 0 1 2 സെക്കൻഡ് പൊസിഷനിൽ എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയും ഈ 1 ഇരിക്കുന്നത്. അപ്പോ ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാനും പറ്റും. എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാല്യൂസ് വരുമ്പോൾ ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ ഫസ്റ്റ് പൊസിഷൻ എവിടെയാണ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂന്റെ ഫസ്റ്റ് പൊസിഷൻ തുടങ്ങുന്നതെന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുമ്പോൾ റൈറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് ലാസ്റ്റ് പൊസിഷൻ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലെ, ഇതും ബൈനറി സെർച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ബൈനറി സെർച്ചിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. ഓക്കെ, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി നമുക്ക് മനസ്സിലാവാൻ സാധ്യത കുറവാണ് ഇത് ബൈനറി സെർച്ച് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ ഇതേപോലെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊറീസിക്ക് എത്തി, വേർഡ്സിക്ക് എത്തിയപ്പോഴാണ് നമുക്ക് രണ്ടും ഇൻഡെക്സ് ആണ് കണക്കാക്കുന്നത്. ആ ഇൻഡെക്സ് എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പൊ ഇതിന് നമ്മുടെ കൊറീസിനുള്ള ഇൻഡെക്സ് എന്ന് പറയുന്നത് നോക്കാം 2 3 ആണെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ വരുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ് 1 2 3 4 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ബൈനറി സെർച്ച് ആയിട്ട് നമുക്ക് ഈ 2 3 എന്നുള്ളത് എത്ര വട്ടം ഇതിൽ നമുക്ക് എന്താണ് കൗണ്ടാണ് ചോദിച്ചത് ക്വസ്റ്റ്യനിൽ. ഞാൻ ക്വസ്റ്റ്യൻ പറയണ സമയത്ത് അത് വിട്ടുപോയി, അത് കൗണ്ടാണ് ചോദിക്കുന്നത്. ഈ 2-നേക്കാട്ടിലും എത്ര എണ്ണം ചെറുതുണ്ട്, ഈ 3-നേക്കാട്ടിലും എത്ര എണ്ണം ചെറുതുണ്ട്, ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ശരിക്കും. അപ്പൊ ആദ്യത്തെ 2-നേക്കാട്ടിലും എത്ര ചെറുതുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര എഴുതാൻ പറ്റും? നമുക്ക് എന്താണ് ആദ്യത്തെ 2-നേക്കാളും ചെറുത് എത്ര നോക്കും. അപ്പൊ അതിന് നമുക്ക് എന്താണ് ബൈനറി സെർച്ചിൽ ഈ 2 എവിടെ വന്നിട്ടാണ് ഇരിക്കുക എന്നാണ് നോക്കുക. ഇപ്പൊ 2 വന്നിരിക്കേണ്ടത് ഇവിടെയാണ്, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അതിനേക്കാളും ചെറുത് ഏതാണ് 1 ആണുള്ളതെന്ന് എഴുതാൻ പറ്റും. അതേപോലെ 3 എവിടെ വന്നിട്ട് എക്സിസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുക. 3 ഇവിടെ വന്നിട്ടാണ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിനേക്കാളും ചെറുത് എത്തേണ്ടത് ഇത് 2 ആണെന്ന് പറയും. അങ്ങനെ നമുക്ക് ഇതിന് 1 2 എന്നുള്ള ഉത്തരം കിട്ടും. ഇത് നമുക്ക് എന്താണ് ബൈനറി സെർച്ച് ആണ് ചെയ്യുന്നത്. അതേപോലെ ഇത് എന്താണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ ബൈനറി സെർച്ച് നമ്മൾ എന്താണ് എത്ര നമുക്ക് മനസ്സിലാക്കണോ അത്ര നല്ലതാണ്. നമുക്ക് കുറെ നമുക്ക് എന്താണ് കൺസെപ്ച്വലി ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സുഖമായി ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് ബൈനറി സെർച്ച്. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെ ബൈനറി സെർച്ച് നമ്മൾ ഉപയോഗിച്ചു എന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ബൈനറി സെർച്ച് നമുക്ക് എന്താ ചെയ്ത് നോക്കാം. ഇതില് എന്താ നമ്മള് ലെഫ്റ്റ് റൈറ്റ് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ലെഫ്റ്റ് ഈക്വൽ ടു 0 അതിപ്പോൾ സ്റ്റാർട്ടിൽ തുടങ്ങുക, റൈറ്റ് എന്നുള്ളത് നമ്മുടെ എന്താണ് എൻഡിൽ തുടങ്ങുക. ലെങ്ത് ഓഫ് നമ്മുടെ വേർഡ്സിന്റെ ഈ സാധനം വേർഡ്സ് കൗണ്ട് -1. അപ്പൊ അത് ലാസ്റ്റ് തുടങ്ങി. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ പൊസിഷൻ ആണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ എന്താ ചെക്ക് ചെയ്യുക വെച്ചാൽ നമുക്ക് എന്താണ് ഒരു ആദ്യം നമ്മൾ എന്താ വെച്ചാൽ വൈൽ ലെഫ്റ്റ് ലെസ് ദാൻ റൈറ്റ് ചെറുതാവണം. കാരണം നമുക്ക് മീഡിയം വരെ മിഡിൽ വരെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ ഇതേപോലെ പറഞ്ഞു മിഡിൽ വരെ പോകേണ്ട ആവശ്യമില്ല. അവിടെ എത്തുമ്പോൾ എന്താണ് ആ കണ്ടീഷൻ നമുക്ക് എന്താ മാറി പോകണം, ഒഴിവായി പോകണം അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്താണ് മിഡ് കാണണം. മിഡ് ഇക്വൽ ടു എന്താണ് ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ബൈ 2. അപ്പൊ നമുക്ക് എന്താണ് മീഡിയം വാല്യൂ കിട്ടും, മിഡിൽ വാല്യൂ കിട്ടും. ഏതിന്റെയാണ് ഇത് വേർഡ് കൗണ്ടിനാണ് നമ്മൾ നോക്കുന്നത്, മീഡിയം വാല്യൂ ഏതാണ് കിട്ടേണ്ടതെന്നുള്ളത്. അതേപോലെ നമ്മൾ എന്താണ് ഇനി നമുക്ക് എന്താണ് വേർഡ് കൗണ്ടിന് ഉള്ളിൽ പോയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വേർഡ്സ് കൗണ്ട് ഓഫ് മിഡ് ഇത് ലെസ് ദാൻ ടാർഗറ്റ് ആണോ? ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ക്വറിയുടെ ഉള്ളിലത്തെ വാല്യൂ ഇതാണെന്നുണ്ടെങ്കിൽ ഈ വേർഡ്സ് കൗണ്ട് ഓഫ് മിഡ് ഇത് ഉള്ളിലാണ്.
ലെസ് ദാൻ ടാർഗറ്റ് ആണ് നോക്കും. ഇത് ടാർഗറ്റിനെക്കാട്ടും ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ എന്താണ് റൈറ്റ് ആണ് മിഡ് എന്ന് എഴുതണം. അല്ലെങ്കിലോ ലെഫ്റ്റ് എന്ന് പറയുന്നത് മിഡ് പ്ലസ് 1 ആണ് എഴുതണം. നമുക്ക് ഇത് രണ്ടും നമുക്ക് ഇതിനുള്ളിൽ ചെയ്ത് നോക്കാം. നമുക്ക് പലയിടത്തും ചെയ്ത് നോക്കാം. നമുക്ക് ഇത് ലെസ് ദാൻ ടാർഗറ്റ് ആകുമ്പോൾ ഞാൻ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെയാണ് വാല്യൂസ് മാറുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ പിന്നെ ബൈനറി സെർച്ചിന്റെ ഒരു ചെറിയ തറോ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പോലെയും കൂടി ഈ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലെന്താ കിട്ടുക, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് എത്തുന്നത്. ഇത് ലെസ് ദാൻ നമ്മുടെ റൈറ്റ്, അല്ലാത്തപ്പോൾ ലെഫ്റ്റിലേക്കാണ് ചെയ്യുന്നത്, ലെഫ്റ്റാ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഏറ്റവും എന്താ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് എന്താ കിട്ടുക, വാല്യൂസ് വിച്ച് ആർ ഗ്രേറ്റർ ദാൻ ടാർഗറ്റ് ആണ് കിട്ടുക. കാരണം നമുക്ക് ലെഫ്റ്റ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലെഫ്റ്റിന്റെ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ട വെച്ചുള്ളൂ, ലെങ്ത് ഓഫ് വേർഡ്സ് മൈനസ് ലെഫ്റ്റ്. ഏത് ക്വസ്റ്റ്യൻ ആണോ നമ്മുടെ ലെങ്ത് ഓഫ് വേർഡ്സ് മൈനസ് ലെഫ്റ്റിൽ അവസാനം വന്നത്, ഈ എല്ലാം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എവിടെയാണ് വന്നത്, ഈ ലെങ്ത് ഓഫ് വേർഡ്സ് കൗണ്ട് മൈനസ് ലെഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് എത്ര വേർഡ് ലെഫ്റ്റിനെക്കാട്ടും ഇപ്പുറത്ത് കിട്ടും നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇത് ലെഫ്റ്റ് ഈക്വൽ ടു മിഡും എന്താ റൈറ്റ് ഈക്വൽ ടു മിഡ് പ്ലസ് 1 ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് വെറും ലെഫ്റ്റ് ചെയ്യുമ്പോൾ ആൻസർ വരും നോക്കാം. നമുക്കത് കൺസെപ്റ്റില് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഈ ബൈനറി സെർച്ച് നമുക്ക് പറ്റുന്നത്ര അവിടെ ഇവിടെ എവിടെ ഇട്ട് നോക്കിയിട്ട് നമുക്കത് കറക്റ്റ് ആവുന്നുണ്ടോ, ഏതാണ് വാല്യൂ കിട്ടേണ്ടത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ റിസൾട്ടിന്റെ ഉള്ളിലേക്ക് പിന്നെ ഓരോ വാല്യൂസ് അപ്പൻഡ് ചെയ്യുക. അപ്പൻഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് റിട്ടേൺ ചെയ്യുക ആ റിസൾട്ടിനെ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതൊരു മീഡിയം പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഡിഫിക്കൽട്ടി തോന്നുന്നത്. ഇതിൽ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈസി പ്രോബ്ലംസിന് എപ്പോഴും വൺ കൺസെപ്റ്റ് ആണ് അധികം ഉണ്ടാവുക. മീഡിയം പ്രോബ്ലം ആകുമ്പോൾ ഈസി കൺസെപ്റ്റ്സ് കുറച്ച് ഈസി കൺസെപ്റ്റ്സ് എന്താ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാവും മീഡിയം ഉണ്ടാവുക. പിന്നെ ഹാർഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഹാർഡ് ക്വസ്റ്റ്യൻസ്. അതിലെന്താണ് മീഡിയം കൺസെപ്റ്റുകൾ ജോയിൻ ചെയ്തിട്ടാവും ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ അല്ലേ, അധികം അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ എന്താണ് ഹാർഡിനെ മീഡിയമിന്റെ കൂട്ടായിട്ടും മീഡിയത്തിനെ ഈസിയുടെ കൂട്ടായിട്ടും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. ഓക്കെ അല്ലേ, ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇത്രയുള്ളൂ. നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പ്രോബ്ലംസ് അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് വൈറ്റ് ബോർഡിൽ കാണിച്ച പോലെ തന്നെ ഇത് എന്താണ് അവിടെ ഇവിടേക്ക് n² വാല്യൂസ് വരുന്നത്. എന്നിട്ടാണെങ്കിലും ഇത് ആൻസർ കറക്റ്റ് ആവണുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ ഉദ്ദേശം എങ്ങനെ വെച്ചാൽ നമ്മൾ ORD വെച്ചിട്ട് നമ്മൾ എന്താണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ കണ്ടുപിടിച്ച് അതിന്റെ കൗണ്ട് കണ്ടുപിടിക്കാന്നായിരുന്നു. ഇവിടെയും സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ നോക്കിയത്. ഇവിടെ പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ ഇത് നമ്മുടെ കൺസെപ്റ്റിൽ നമ്മുടെ റോങ് ആയിരുന്നു. ഓക്കെ, ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻസ് പറ്റുന്നത്ര ബ്രേക്ക് ഡൗൺ ചെയ്യാം അവിടെ ഇവിടെ എഴുതി വെച്ചിട്ട്. അപ്പൊ നമുക്ക് എന്താണ് കൂടുതലായിട്ട് മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഒരു എന്താ വെച്ചാൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു ചെയ്യേണ്ടത് നല്ലതാണ് എപ്പോഴും. നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവുക വെച്ചാൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ളത് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഓരോ ഭാഗത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ പാറ്റേൺസ് നമ്മുടെ മനസ്സിൽ തന്നെ ഫോം ചെയ്യും, പഴയത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ്. ഓക്കെ, എന്തായാലും ഇത് റോങ് ആയിരുന്നു. ഇത് സെയിം കൺസെപ്റ്റ് ആണ്. നമുക്ക് എന്താണ് സ്വയം ചെയ്തു നോക്കാം ഇനി ഒന്നുകൂടി. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. എന്ത് കിട്ടണം നമുക്ക്, കൗണ്ട് ഓഫ് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്നിട്ട് എന്താണ് അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ എന്താ വേണ്ടത്, ഒരു S എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ സ്ട്രിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു, മിനിമം വാല്യൂ കിട്ടണം. അപ്പൊ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, മിനിമം ഓഫ് S ആയിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് കിട്ടണം, ആ മിനിമം വാല്യൂവിനെ അതിന്റെ കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം എസിന്റെ ഉള്ളിൽ അല്ലേ. അപ്പൊ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് എന്തായിരുന്നു, S.count ഓഫ് മിനിമം വാല്യൂ. ഓക്കെ, ഇതെന്താണ് നമുക്ക് രണ്ട് ഇതിലും വേണം, ഈ ക്വറീസിന്റെയും വേർഡ്സിന്റെയും നമുക്ക് ചെയ്ത് നോക്കണം അല്ലെ. അപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കാം. അതിലെങ്ങനെ ചെയ്യും, ഇപ്പൊ ക്വറീസിന്റെ മിനിമം എന്ന് പറഞ്ഞിട്ടുള്ളത്, ക്വറീസിലെ മിനിമം വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഓരോന്നിന്റെ മിനിമം എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്താണ് ഓരോന്നായി ചെയ്ത് നോക്കാം. എന്താണ് ഈ ഫംഗ്ഷൻ കൗണ്ട് ഓഫ് സ്മോളസ്റ്റ് ഓഫ് നമുക്ക് വരുന്ന വാല്യൂ അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഓരോ വാല്യൂസും വേണം അല്ലെ. അപ്പൊ നമുക്ക് ക്വറി ഇൻ ക്വറീസ്. അപ്പൊ നമുക്ക് എന്താണ് ഓരോ എന്താണ് ലെക്സിക്കോഗ്രാഫിക്കലി സ്മോളസ്റ്റ് ആയതിന്റെ കൗണ്ടും കിട്ടും. അതേപോലെ തന്നെ നമ്മൾ എന്താണ്
ഇതിന്റെയും കാണണം, വേർഡ്സിന്റെയും കാണണം. അപ്പോൾ വേർഡ്സിന്റെ ഞാൻ പറഞ്ഞു നമുക്ക് എന്താണ് ഒരു സോർട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്, കാരണം നമുക്ക് ബൈനറി സെർച്ച് അതിന്റെ മുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കണില്ല, നമുക്ക് ക്വസ്റ്റ്യൻ അവസാനത്തേക്ക് എത്തന്നെ വേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് സോർട്ടഡ് ഓഫ് ചെയ്തിട്ട് കൗണ്ട് ഓഫ് സ്മോളസ്റ്റ് തന്നെ വേർഡ് ഫോർ വേർഡ് ഇൻ വേർഡ്സ്. അപ്പൊ ഇത് രണ്ട് നമുക്ക് വാല്യൂസ് കിട്ടും. നമുക്ക് എന്താണ് ഏറ്റവും ലെക്സിക്കോഗ്രാഫിലി സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് വെച്ചാൽ അതിന്റെ നമുക്ക് എന്താണ് രണ്ടിലും രണ്ട് അറേസ് കിട്ടി നമ്മൾ ഫോം ചെയ്തു. ഇനി നമ്മൾ ഈ രണ്ട് അറേസ് നമുക്ക് എന്താണ്, ഒരു മിനിറ്റ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യണില്ലേ നോക്കട്ടെ. ഓക്കെ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് എന്താണ് ക്വറീസ് ഓഫ് മീനിങ് കിട്ടി, വേർഡ്സ് ഓഫ് മീനിങ് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഒരു ബൈനറി സെർച്ച് ഫ്ലോ ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഡിഫൈൻ ബൈനറി സെർച്ച് ഓഫ് ടാർഗറ്റ്. ടാർഗറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. പിന്നെ അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതില് നമുക്ക് ഓരോ വാല്യൂ ആയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് 0, ലെങ്ത് ഓഫ് നമ്മുടെ വേർഡ്സ് മിനിമം. ഇനി നമുക്ക് 0 ആയിരുന്നു അല്ലേ. നമുക്ക് എന്താണ് ഓരോ ടാർഗറ്റ്, എന്താണ് ടാർഗറ്റ്, ആദ്യം നമുക്ക് എന്താണ് ടാർഗറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. അപ്പൊ ഫോർ query in queries ഓഫ് മിനിമം. അപ്പൊ ഇതിൽ ഓരോ ക്വറീസ് ഓഫ് മിനിമം എടുത്തിട്ട് നമുക്ക് എന്താണ് റിസൾട്ടിലോട്ട് അപ്പൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ് റിസൾട്ട് ഈക്വൽ ടു റിസൾട്ട് ഡോട്ട് അപ്പൻഡ് ഓഫ്, നമുക്ക് എന്താ വേണ്ടത് ഇവിടെ ബൈനറി സെർച്ചിന്റെ വാല്യൂസ്. അപ്പോൾ ബൈനറി സെർച്ച് ഓഫ് നമുക്ക് എന്താണ് ക്വറി. ബൈനറി സെർച്ച് ഓഫ് ക്വറി എന്താ വന്നത് വെച്ചാൽ അത് നമുക്ക് റിട്ടേൺ ചെയ്യണം അല്ലേ. നമുക്ക് റിട്ടേൺ റിസൾട്ട് അല്ലേ. ഇനി എന്താണ് ഇതിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ വൈൽ എന്താണ് ലെഫ്റ്റ് ലെസ് ദാൻ റൈറ്റ്, ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ബൈ 2 അല്ലേ. ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ബൈ 2 ആണ് എന്ത് മിഡ് എന്നുള്ള വാല്യൂ. ഇത് ഞാൻ പറഞ്ഞുതരാം. മിഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് പകുതിക്കാണ് പോകുന്നത്. പകുതിയിൽ എന്തിനാ നമ്മൾ എടുക്കേണ്ടത്, നമ്മുടെ എന്താണ് ലെഫ്റ്റിന്റെയും റൈറ്റിന്റെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് ആണ് വരുന്നത്. നമുക്ക് ഇതിന്റെ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ബൈനറി സെർച്ചിന്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള രണ്ട് വാല്യൂസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ മിഡില് കണ്ടുപിടിക്കണം. ഈ മിഡില് വെച്ചിട്ട് എന്താണ് നമ്മൾ പിന്നെ ലെഫ്റ്റിനെയും റൈറ്റിനെയും വേറെ വേറെ ആയിട്ട് അസൈൻ ചെയ്യണം. വേണ്ട സമയത്ത് അതിനനുസരിച്ച് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മിഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ടാർഗറ്റിനെക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, റൈറ്റിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തുക, മിഡിന്റെ വാല്യൂന്റെ അവിടെ കൊണ്ട് നിർത്തുക. അപ്പൊ കാരണം എല്ലാ വാല്യൂസും എന്താണ് ആ മിഡിനെക്കാളും ചെറുതായിട്ടല്ലേ പോയത്. അതേപോലെ തന്നെ ഇനിയിപ്പോ എന്താണ് മിഡ് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ടാർഗറ്റ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അതിന്റെ അർത്ഥം എന്താ, ലെഫ്റ്റിനെ നമ്മൾ കൊണ്ടിട്ട് മിഡിന്റെ അവിടെ കൊണ്ട് നിർത്താൻ വേണ്ടത്, മിഡിന്റെ തൊട്ടപ്പുറത്ത് കൊണ്ട് നിർത്താൻ വേണ്ടത്. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള വാല്യൂസ് മൊത്തം മുകളിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതാണ് നമ്മുടെ എന്താണ് പകുതിക്ക് പകുതിക്ക് ഡിവൈഡ് ചെയ്യുക. ലോഗനാണ് നമുക്ക് എന്താണ് ഇതിന്റെ എന്താണ് ടൈം കോംപ്ലക്സിറ്റി വരിക ബൈനറി സെർച്ചിന്റെ. അതുകൊണ്ടാണ് അത് ചെയ്യാൻ കുറച്ചും കൂടി എന്താണ് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇനി ഈഫ് എന്താ ഈഫ് ഇതിന്റെ വാല്യൂ, അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, എന്താ നമ്മുടെ കൗണ്ട് അല്ലല്ല സോറി വേർഡ്സ് മിൻ ഓഫ് മിഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, മിഡ് ഈക്വൽ ടു റൈറ്റ് അല്ല റൈറ്റ് സോറി മിഡ് ഈക്വൽ ടു റൈറ്റ് അല്ല റൈറ്റ് ഈക്വൽ ടു മിഡ്, റൈറ്റ് ഈക്വൽ ടു മിഡ് എൽസ് ലെഫ്റ്റ് ഈക്വൽ ടു മിഡ് പ്ലസ് 1. നമുക്ക് എന്താണ് ഇതിൽ എന്താണ് ഗ്രേറ്റസ്റ്റ് വാല്യൂസാ കിട്ടുക. അപ്പൊ നമുക്ക് എന്താണ് സ്മോളസ്റ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ലെങ്ത് ഓഫ് വേർഡ്സ് മിനിമം മൈനസ് ലെഫ്റ്റ്, ഇതാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് നോക്കി നോക്കാം അത് കറക്റ്റ് ആണോ എന്നുള്ളത്. ഓക്കെ, തെറ്റാന്നാ കാണിക്കണേ, നമുക്ക് നോക്കി നോക്കാം. നമുക്ക് എന്താണ് മിഡ് ഈക്വൽ ടു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ബൈ 2 എന്നാണ്. ഇഫ് വേർഡ്സ് ഓഫ് മിനിമം മിഡ് ലെസ് ദാൻ ടാർഗറ്റ് ആണെങ്കിൽ റൈറ്റ് ഈക്വൽ ടു മിഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ലെഫ്റ്റ് ഈക്വൽ ടു മിഡ് പ്ലസ് 1. വേർഡ്സ് ഓഫ് മിനിമം ഓഫ് മിഡ് ലെസ് ദാൻ ടാർഗറ്റ് അല്ല ഗ്രേറ്റർ ദാൻ ടാർഗറ്റ് ആണ്. ഗ്രേറ്റർ ദാൻ ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ഈക്വൽ ടു മിഡും എൽസ് ലെഫ്റ്റ് ഈക്വൽ ടു മിഡ് പ്ലസ് 1 ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആക്സെപ്റ്റഡ് ആണ്. എന്താണ് ഇത് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. ഇത് കണ്ടതിൽ നന്ദി. താങ്ക് യു.